എടി മേഘനെ, ഇനി സത്യം പറയാതെ നിനക്ക് വേറെ നിർവാഹമില്ല. നിന്റെ വയറ്റിൽ കിടക്കുന്ന ആ പെരുങ്കള്ളം ഇപ്പൊ നീ പുറത്തേക്ക് കക്കിയേ പറ്റൂ. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? വേണ്ടത്ത പൂജകളൊക്കെ ചെയ്ത് വേണ്ടത്ത പ്രശ്നങ്ങൾ വരുത്തി വെക്കണോ? ഇപ്പൊ ആരോട് എന്ത് പറയും ഞാൻ എന്ന് കരുതി പൂജ വേണ്ടെന്ന് വെച്ചാ അതും പ്രശ്നം. എന്നെ കാത്തൊള്ളണേ ഈശ്വര. എടി മേഘനെ, എന്തോന്നാടി കുനിഞ്ഞിരുന്ന് ആലോചിക്കുന്നേ? വയറ്റിലൊരു പുഴു പോലും ഇല്ലെന്നുള്ള സത്യം തുറന്നു പറയടി. അമ്മേ പെരിയ തായി, നിങ്ങളുടെ മരുമോള് നിജമാവേ ഗർഭവതിയാ? അയ്യോ, എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ തായി, വയറ്റിലൊന്നും ഇല്ലെങ്കി നാഗദേവത കടിച്ചു കൊന്നുകളയും. മഞ്ജരി വിളഞ്ഞു കേറുകയാണല്ലോ. അമ്മ എന്തിനാ വെറുതെ അന്ധവിശ്വാസങ്ങളിലൊക്കെ പുറകെ പോകുന്നേ? കുരുവിയമ്മേ, നിങ്ങൾ പോയേ. നിങ്ങളോടല്ലേ പറഞ്ഞ് എഴുന്നേക്കാൻ? എഴുന്നേറ്റ് പോ. ഒരു പൂജ്യം വേണ്ട. മേഘനെ, നീ എഴുന്നേക്ക്. നിങ്ങളോടല്ലേ പറഞ്ഞേ, എഴുന്നേക്ക്. എഴുന്നേറ്റ് പോകാൻ. എന്തെവിടെ ഒരു ബഹളം? എന്തെവിടെ നടക്കുന്നത്? മേഘനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പൂജയുടെ കാര്യം പറയായിരുന്നു ഈ കുരുവിയമ്മ. നിനക്കെന്ത് തോന്നുന്നു അരുണിമേ? ഇവിടെ തൽക്കാലം ഒരു പൂജയും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എന്താ അങ്ങനെ പറഞ്ഞു വന്നേ? വഴിയെ പോകുന്നവരോരോന്ന് പറഞ്ഞെന്ന് കരുതി നമ്മൾ അതിന്റെ പിന്നാലെ പോണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന സ്വാമിജിയോട് ഒരു വാക്ക് ചോദിച്ചു നോക്ക്. എന്തായാലും തൽക്കാലം ഈ പറയുന്ന പൂജയൊന്നും വേണ്ട. ഈ വെളിച്ചപ്പാടിന് ഓരോ നേരത്ത് ഓരോ ബുദ്ധിയാണല്ലോ. ഞാനും അത് തന്നെ അരുണിമ പറഞ്ഞത്. പക്ഷെ അമ്മ കേട്ടിട്ട് വേണ്ടേ? അതെ കുരുവിയമ്മേ, നിങ്ങൾ എഴുന്നേറ്റ് സ്ഥലം കരിയാക്ക്. ഇത്രയും വലിയ പ്ലാൻ ഇട്ടിട്ട് കരിന്തിരി കത്തിപ്പോയല്ലോ ഈശ്വര. ഈ വേഷവും ഭാഷയും എല്ലാം വെറുതെ ആയിപ്പോയി. ആ ഫയലൊന്ന് തുറന്ന് അതിൽ സൈൻ ഉണ്ടോന്ന് നോക്കിക്കേ, എന്നിട്ട് എന്നോട് പറയും. ഞാൻ അതിൽ സൈൻ ചെയ്തത് സാധാരണ പെന്നുകൊണ്ടായിരുന്നില്ല മാധവ്. അതൊരു മാജിക് പെന്നുകൊണ്ടിട്ട സിഗ്നേച്ചർ ആയിരുന്നു. നന്ദൻ കുടുംബത്തെ മുക്കി മുടിക്കാൻ നീ പ്ലാൻ ചെയ്തപ്പോ നിന്നെ ആട്ടപ്പടലം പൂട്ടാനുള്ള പ്ലാൻ ഞാനും ഇട്ടു. അമ്മാവാ, എന്താ പറ്റിയേ? ഒന്നും പറ്റുന്നില്ലെന്നുള്ളതാ എന്റെ വിഷമം. ആ നന്ദൻ കുടുംബത്തിലുള്ളവരുടെ ഒരു പൂട പോലും എന്നെ കൊണ്ട് പറിക്കാൻ പറ്റുന്നില്ലല്ലോടാ. ശത്രു സന്തോഷിക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സില് കനലാടാ. അവൻ നീറി നീറി എരിഞ്ഞില്ലാതാവുമ്പോഴേ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കൂ. അവന്റെ ജീവിതത്തിന്റെ കർട്ടൻ വീഴുന്ന ദിവസമാടാ നമ്മുടെ ആഘോഷം തുടങ്ങുക. ആ മിഥുന്റെയും നന്ദൻ കുടുംബത്തിന്റെയും മതപതനം കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കടാ. ആ കുടുംബത്തിലെ സകലതും സർവ്വതും ചുട്ടരിച്ച് കുളം കുത്തണം. അതുവരെ എനിക്ക് ഉറക്കമില്ല. അമ്മാവാ, അമ്മാവനൊന്ന് ആഞ്ഞു പിടിക്കാൻ തുടങ്ങിയ അവരുടെ അടിത്തറയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങും. ആ മിഥുന്റെ കഴുത്തൊടിയുന്നൊരു പണി കൊടുത്ത ആ നന്ദൻ കുടുംബം മൊത്തം അമ്മാവന്റെ കാൽക്കീഴിൽ വന്ന് വീഴും. എനിക്കറിയാടാ, നീ പറഞ്ഞതാ സത്യം. ഞാനൊന്ന് പിടിമുറുക്കിയാലേ കാര്യങ്ങൾ നടക്കൂ. പപ്പും പൂടെയും പറിച്ചു കളഞ്ഞ്
ആ മിഥുനെ ബലിക്കോഴിയായി ഞാൻ വീട്ടുവാതിൽക്കൽ തൂക്കിയിട്ടിരിക്കും. അതിരിക്കട്ടെ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എവിടം വരെയായി? എന്തായിരുന്നു അമ്മാവ? സഞ്ജനയുമായി വീണ്ടും രമ്യതയിലാവുന്ന കാര്യം എന്തായി? അതിനൊരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അമ്മാവ. ചെറിയൊരു പഴുത് കിട്ടിയാൽ പോലും ഞാൻ നുഴഞ്ഞു കയറും. അത് എത്രയും പെട്ടെന്ന് തന്നെ നീ നടത്താൻ നോക്കണം. ഇനിയും താമസിച്ച ആ നന്ദൻ കുടുംബത്തെ തറപറ്റിക്കാൻ നമ്മൾ വൈകിപ്പോകും. എല്ലാ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാവണം. അതിന് സഞ്ജനയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ഒരിക്കലെല്ലാം നമ്മുടെ കൈവിട്ട് പോയതാ. ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അമ്മാവ, അമ്മാവന്റെ കൂടെ കട്ടയ്ക്ക് ഈ അനന്തരവനും ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അവരെ നിലം പതിപ്പിക്കാൻ എന്റെ സകല പിന്തുണയും ഉണ്ടാകും. അത് മതി. സർ, 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 ആരാ നിങ്ങള്? എന്റെ പേര് ചന്തു എന്നാ സാർ. ഞാൻ നിങ്ങളുടെ ക്വാറിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ഇവിടെ ഇപ്പൊ ആരെ കാണാൻ വന്നതാ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്വാറിയുടെ അവിടെ വെച്ച് മിഥുൻ സാറിന് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു CCTV ഫുട്ടേജിന്റെ ഹാർഡ് ഡിസ്ക് മേഘന മേഡത്തിന് കൊടുത്തിരുന്നു. ഇവനെന്താ മണ്ണോട് മണ്ണായ പഴയ കാര്യങ്ങളും പൊക്കിക്കൊണ്ട് വരികയാണല്ലോ. ഇനി അതിന്റെ പേരിലാണോ പിടിക്കപ്പെടാൻ പോകുന്നത്? പക്ഷെ അന്ന് ഫുട്ടേജസിൽ ഒരു ക്യാമറയുടെ ഫുട്ടേജ് മിസ്സായിരുന്നു. ഭഗവാനെ, മഞ്ചരിയുടെ സകല അടപ്പ് ഊരുവല്ലോ. ആ ഹാർഡ്വെയറുകാര് ആ ഫുട്ടേജ് കളക്ട് ചെയ്ത് ദാ ഈ പെൻഡ്രൈവിൽ തന്നുവിട്ടിട്ടുണ്ട്. ഇത് സാറിനെ ഏൽപ്പിക്കാൻ വന്നാ. ശരി, എന്നാ അതിങ്ങിതാ. താങ്ക് യു സാർ. പോയിട്ട് വരാം. വിവേക്, ഇത് നീ ഒന്ന് TV കണക്ട് ചെയ്തേ. ഓക്കെ വിളിച്ച. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലെ പ്രവീൺ മാധവായിരുന്നോ? മിഥുനേട്ടനെ കൊല്ലാൻ വേണ്ടി അവൻ അന്നേ ശ്രമിച്ചിരിക്കുന്നു. ആ പ്രവീൺ മാധവന്റെ കളികൾ അതിര് കിടക്കുന്നുണ്ട്. ഇനി അവനോട് ക്ഷമിക്കാൻ പാടില്ല മോനെ. ഇതോടുകൂടി അവനെ പൂട്ടിയേ തീരൂ. അവൻ ഇത്രയും വലിയ അപകടകാരിയായ സ്ഥിതിക്ക് അവനെ വെറുതെ വിടരുത്. അവന് തക്ക ശിക്ഷ കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. ഇനി ഒരു നിമിഷത്തേക്ക് പോലും അവനെ വെറുതെ വിട്ടാൽ നമ്മളെക്കാൾ വിഡ്ഢികൾ വേറെ ഉണ്ടാവില്ല.
ഇപ്പൊ തന്നെ അവനുള്ള ശിക്ഷ കൊടുക്കണം. നന്ദൻ കുടുംബത്തെ അവൻ തൊട്ട് കളിച്ചത് അത് തീക്കളിയാണെന്ന് അവൻ അറിയണം. എങ്കിൽ എന്ത് ചെയ്യാനായിരുന്നു നിന്റെ പ്ലാൻ? എന്റെ മോന്റെ ജീവൻ എടുക്കാൻ നോക്കിയവനെ ഇനി നമ്മൾ വെറുതെ വിട്ടുകളയരുത്. എത്രയും പെട്ടെന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഒരിക്കൽ അവനെ നാണം കെടുത്തി ഇവിടെ നിന്ന് ഓടിച്ചതാ. തിരിച്ചു വന്നപ്പോ നന്നായി കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല. അഴിക്കുള്ളിൽ പുറം ലോകം കാണാതെ കിടക്കാൻ ഇവന്റെ വിധി. യാ ആ പ്രൊജക്ടിന്റെ കാര്യം തന്നെയാ ഞാനും പറഞ്ഞത്. ഇനി ഈ മംഗലാപുരം സിറ്റിയിൽ ഏതൊക്കെ പുതിയ പ്രൊജക്ട് വന്നാലും അതിന്റെയൊക്കെ ടെൻഡർ നമ്മൾ തന്നെ എടുക്കണം. ഒരു ടെൻഡർ പോലും നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ലഭിക്കരുത്. അവര് സകലതും മടിയറവ് വെച്ച് എന്റെ കാൽ കീഴിൽ വന്ന് ദയയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. ശരി. മിസ്റ്റർ പ്രവീൺ മാധവ്, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? അറസ്റ്റ് ചെയ്യാൻ വരുമ്പോ വാറണ്ടും റീസണും ഉണ്ടായിരിക്കണം. നിങ്ങളൊരു കൊലപാതക ശ്രമം നടത്തിയിരിക്കുന്നു. വാട്ട്? ഞാൻ കൊലപാതക ശ്രമം നടത്തിയെന്നോ? അത് നിങ്ങൾക്ക് കിട്ടിയ റോങ് ഇൻഫർമേഷനാ. ഈയിടെയായിട്ട് ഒരു ക്യാമറയും 4 പോലീസുകാരും ഉണ്ടെങ്കിൽ ഏതൊരുത്തനെയും കുറ്റവാളിയാക്കാം. അതും പൊക്കി പിടിച്ചുകൊണ്ട് നാട്ടുകാരും കൂടിക്കോളും. വേണ്ടാത്തത് പറയണ്ട. നിങ്ങളെക്കുറിച്ച് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് കരുതിയേക്കുന്നത്. ഇനിയിപ്പോ അറിഞ്ഞാൽ തന്നെ അതിലെന്താ പ്രശ്നം? എന്നെപ്പോലൊരു മാന്യനായ വ്യക്തിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നത് അതൊരു വലിയ വിഡിത്തമായി പോയി. മിഥുൻ നന്ദനെ കൊല്ലാൻ നിങ്ങൾ ശ്രമിച്ചതിന് എല്ലാ തെളിവുകളും ഉണ്ട്. ഇനി പോലീസിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയില്ല. മിഥുൻ നന്ദന് ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നോ? അതെ, ഒരു ബ്ലാസ്റ്റിംഗ് നടത്തി കോറിയിൽ വെച്ച അയാളെ നിങ്ങളാണ് കൊല്ലാൻ ശ്രമിച്ചത്. ഞാനങ്ങനെ ചെയ്തു എന്നുള്ളതിന് എന്ത് തെളിവാ ഉള്ളേ? അതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി. എന്തിനാ ഇങ്ങനെ മാന്യമായി ജീവിക്കുന്നവരെ ശല്യം ചെയ്യുന്നേ? എന്റെ അമ്മാവനും മിഥുന് നേരെ ഉണ്ടായ കൊലപാതക ശ്രമത്തിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. എന്റെ അമ്മാവനെ ഇവിടുന്ന് നിങ്ങൾ കൊണ്ടുപോയാ വിവരം അറിയും നിങ്ങൾ. എന്തിയേ? അയാളെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ കരുതിയോ? ആഹാ, മോൻ വിഷമിക്കട്ട. മോനെയും വേണമെങ്കിൽ കൂട്ടിന് കൂട്ടിയേക്കാം. ഓ പിന്നെ ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ചോദ്യം ചോദിച്ചാ ഉടനെ അഴിക്കുള്ളിലാക്കേ. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അമ്മാവന്റെ കൂടെ നീയും കടന്നിരിക്കും. പ്രവീൺ മാധവ്, നിങ്ങളുടെ മരുമകനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഇനി നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്ത് വേണമെന്ന് ആലോചിച്ച് പറ. മനസ്സിലായില്ലേ? ശരി, ഞാൻ വരാം. നീ എന്റെ മോനെ കൊല്ലാൻ ശ്രമിക്കുമല്ലേടാ? തീയെ തൊട്ട നീ കളിക്കാൻ നോക്കുന്നത് കത്തിച്ച് നിന്നെ ചാമ്പലാക്കി കളയോടാ. നിന്നെപ്പോലുള്ള ഞാഞ്ഞൂലുകൾക്ക് കൊത്താൻ പാകത്തിന് നന്ദൻ കുടുംബത്തിലുള്ള ഒരു നിന്ന് തരുമെന്ന് കരുതിയെങ്കില് നിനക്ക് തെറ്റിപ്പോയി പ്രവീൺ മാധവ്. എന്താ നിങ്ങൾ എന്നെ അങ്ങ് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച ഉടനെ എന്നെ അങ്ങ് തൂക്കിക്കൊല്ലെന്ന് വിചാരിക്കല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അങ്ങ് തിരിച്ചിറങ്ങും. വിടില്ല ഞാൻ. തിരിച്ചു വന്ന് പൂർവാധികം ശക്തിയോടെ നിങ്ങളെ ഞാൻ തകർത്തിരിക്കും. നിന്റെ കുടുംബത്തെ തച്ച് തരിപ്പണമാക്കാതെ ഇനി എനിക്കൊരു ജീവിതമില്ല. എടാ പ്രവീണേ, ഇത്രയും നാള് പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, വിവരം കെട്ടവനാണല്ലോ എന്ന് കരുതിയിട്ടാ. അല്ലായിരുന്നെങ്കിൽ നിന്റെ ഒരു പൂട പോലും ഈ ഭൂമിയിൽ അവശേഷിക്കില്ലായിരുന്നു. നീ എന്റെ പ്രൊഫഷനെ തൊട്ട് കളിച്ചപ്പോ ഞാനങ്ങ് ക്ഷമിച്ചു. അതെനിക്ക് വേണ്ടി നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീഴുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാ. പക്ഷേ കുത്തി മുറത്തിക്കേറി കൊത്തുന്നത് പോലെ നീ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചു. അതുകൊണ്ട് നിന്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ പേടിക്കുമെന്ന് കരുതി. നീ പേടിക്കും പ്രവീണെ. ഇനി നിന്നെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി നിന്റെ കൗണ്ട് ഡൗണാ.
പുറം ലോകം കാണാതെ ഇനി ഇരുമ്പഴിക്കുള്ളി കിടന്ന് മുഴയ്ക്കാൻ മതിയിടാ നിന്റെ വീരവാദമൊക്കെ. എന്താ പ്രവീൺ മാധവ് ഇത്? ഈ സമൂഹത്തിൽ എത്ര വലിയ സ്ഥാനത്ത് നിൽക്കേണ്ട വ്യക്തിയാ നീ. പക്ഷെ നീ കാണിക്കുന്ന തലതിരിഞ്ഞ സ്വഭാവം കൊണ്ടല്ലേ ഇന്ന് നിനക്ക് ഇങ്ങനൊരു ഗതിയുണ്ടായത്. ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ ശ്രമിക്കും പ്രവീൺ. നാളെ ജയിലിൽ കിടക്കുമ്പോ സാവകാശം ഒന്ന് ആലോചിച്ചു നോക്ക്.